ഹായ് എല്ലാവർക്കും നമസ്കാരം, ജോസ്മി ആട്ടോ. അപ്പം ഇന്ന് ഞാൻ ഒരു കുഞ്ഞ് റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മാമി പോക്കോയിൻ്റെ ഡയപ്പറിനെ പറ്റി ഒരു റിവ്യൂ ഇടാമോ, എങ്ങനെയാണ്, നല്ലതാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജോൻ്റെ സമയത്തൊക്കെ ഞാൻ കുറച്ചധികം ഞാൻ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ അടുത്ത സമയങ്ങളായിട്ട് ഞാൻ ഡയപ്പർ ഒന്ന് ഓരോന്ന് ഞാൻ മാറി മാറി റിവ്യൂ ഇടാൻ വേണ്ടി തന്നെയായിട്ടാണ് ഞാൻ ഓരോ ബ്രാൻഡുകളും ഞാനിങ്ങനെ മാറി മാറി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പം അങ്ങനെ എൻ്റെ ഞാൻ വാങ്ങിയ ഒന്നാണ് നമ്മുടെ മാമി പോക്കോ. നിങ്ങൾക്കറിയാം, ഞാൻ ഈ അടുത്ത സമയങ്ങളായിട്ട് ഞാൻ ബേബി ഹഗ്ഗും അങ്ങനത്തെ പല പല ബ്രാൻഡുകളൊക്കെയാണ്. വേറെ പാമ്പേഴ്സ് ഉപയോഗിക്കാറുണ്ട്, ബേബി ഹഗ് ഉപയോഗിക്കാറുണ്ട്, നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ ഉപയോഗിക്കാറുണ്ട്. അപ്പം നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ലത് അവിടെ കിട്ടുന്നു, അങ്ങനത്തെയാണ് ഞാൻ വാങ്ങാറുള്ളത്. അപ്പം ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ മാമി പോക്കോനെ പറ്റി റിവ്യൂ ഇടാമോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിയപ്പം എനിക്ക് മാമി പോക്കോയിൻ്റെ ഈ ഒരു സ്റ്റാൻഡേർഡ് എന്നിട്ടുള്ള ഈ ഒരു പാക്കേജാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഇതിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ പറയുന്ന റിവ്യൂ നിങ്ങളുടെ എക്സ്പീരിയൻസും സെയിം ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, നിങ്ങൾക്കും സെയിം എക്സ്പീരിയൻസ് ആണോ എന്നുള്ളത്. അപ്പം ഇത് 399 ആണ്. ഇതിനകത്ത് ഉണ്ടായിരുന്നത് 32, ഇത് പാൻ ടൈപ്പാണ്, 32 ആണ് ഞാൻ വാങ്ങിയത്. മീഡിയം സൈസാണ് വാങ്ങിയത്. 7 to 12 kg ആണ് മീഡിയം സൈസിന് അവർ പറയുന്നത്. അപ്പം ജോർഡനെ സംബന്ധിച്ച് ജോർഡൻ ഇപ്പോൾ 10 kg ആണ്. അപ്പോൾ 7 to 12 kg അവൻ്റെതും വരുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഡയപ്പർ ഇതാണ്, ബാക്കിയെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടോ, ഒരെണ്ണം മാത്രം ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. അപ്പം ഇതിൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെ ഫ്രണ്ടും ബാക്കും മനസ്സിലാകാൻ വേണ്ടി ഇവർ പറയുന്നുണ്ട്. ബ്ലൂ ലൈൻ ഉള്ളതാണ് ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ബ്ലൂ ലൈൻസ് ഇങ്ങനെ പോകുന്നത്. ബാക്കിൽ ആ ബ്ലൂ ലൈൻസ് ഇല്ല. സോ ഇത് ബാക്ക് സൈഡും ഇത് ഫ്രണ്ട് സൈഡും. അപ്പോൾ ഇതിനകത്ത് ഇവർ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 10 hours ലാസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്, അബ്സോർബ് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ ക്രിസ് ക്രോസ് ഷീറ്റ് എന്നൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൈസിൻ്റെ കാര്യത്തിൽ ഇവർ 7 to 12 എന്ന് പറയുന്ന സൈസ് ആ ഏജിലുള്ള ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് കറക്റ്റാണ്. കാരണം ചില ഡയപ്പേഴ്സ് അങ്ങനെ കറക്റ്റ് ആവില്ല, ഒന്നെങ്കിൽ ലൂസ് ആയിരിക്കാം അല്ലെങ്കിൽ ടൈറ്റ് ആയിരിക്കാം. അപ്പം ഇത് കറക്റ്റാണ്. ഓക്കെ, ഇത് എക്സ്പാൻഡ് ആവും സംഭവം. നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എക്സ്പാൻഡ് ആവും, മാമിപ്പോക്കൻ്റെ സംഭവം സാധനമാണ്. പക്ഷേ സംടൈംസ് ഇത് ലീക്ക് ആവുന്നുണ്ട്. ഓക്കെ, എന്തിലെ കൂടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സംടൈംസ് ഇത് ലീക്ക് ആവുന്നുണ്ട്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ജോൻ്റെ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മാമി പോക്കോൻ്റെ എക്സ്ട്രാ അബ്സോർബ് എന്ന്. ഇവിടെ ഈ സ്റ്റാൻഡേർഡ്, അത് ഈ യെല്ലോ കളറിന് പകരം ഈ ഡാർക്ക് ബ്ലൂ കളർ തന്നെയാണ് ആ പാക്കറ്റിനുള്ളത്. അതായത് ഇവിടെ ഈ സ്റ്റാൻഡേർഡ് എന്ന് എഴുതിയതിന് പകരം എക്സ്ട്രാ അബ്സോർബ് തന്നെ എഴുതിയിട്ടുണ്ടാവും. ആ പാക്കറ്റാണ് ഞാൻ ജോൻ്റെ സമയത്ത് ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ആ സമയത്ത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നത് കൊണ്ട് തന്നെ അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ലീക്കും ഉണ്ടായിരുന്നില്ല, അതിനെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സംഭവം എനിക്ക് അത്ര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ മാത്രമല്ല പെട്ടെന്ന് ഫില്ലായിട്ട് ഇതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് വീർത്ത് വരും പോലെ എനിക്കങ്ങ് ഫീൽ ചെയ്തു കേട്ടോ ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട്. പക്ഷേ റാഷസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, കുട്ടികൾക്ക് നല്ല കംഫർട്ടബിൾ ആണ്. ബട്ട് ഇത് കുറച്ചിങ്ങനെ ഹെവി ആയിട്ട് എനിക്ക് വരുന്നത് പോലെ, അതായത് ഓൾറെഡി കുറച്ച് തിക്നെസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഒരു 1-2 PM ആകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഭയങ്കരമായിട്ട് നിറഞ്ഞിരിക്കുന്ന പോലെയൊക്കെ എനിക്ക് പേഴ്സണലി എനിക്കങ്ങ് ഫീൽ ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞു എൻ്റെ മാത്രം പ്രശ്നമാണെന്ന് എനിക്ക് അറിയത്തില്ല, ഇനിയിപ്പോൾ ഈ ഒരു പാക്കറ്റിന് മാത്രം പ്രശ്നമാണെന്ന് അറിയത്തില്ല. പക്ഷേ നിങ്ങളുടെയൊക്കെ കൂടെ എക്സ്പീരിയൻസ്, ഈ മാമി പോക്കോൻ്റെ പാൻസിൽ സ്റ്റാൻഡേർഡ് എന്ന് എഴുതിയിട്ടുള്ള പാക്കറ്റ് യൂസ് ചെയ്തവരുടെ അഭിപ്രായമാട്ടോ ഞാനും ചോദിക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ മാമി പോക്കോ പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് എന്ന് എഴുതിയത് വാങ്ങാതെ എക്സ്ട്രാ അബ്സോർബ് എന്ന് എഴുതിയിട്ടുള്ള അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. എക്സ്ട്രാ അബ്സോർബ് എന്ന് എഴുതിയിട്ടുള്ള ആ പാക്കറ്റ് നിങ്ങൾ വാങ്ങുക. ഓക്കെ, സൈസ് എല്ലാം കറക്റ്റാണ്, വേറെ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. റാഷസ് ഒന്നും തന്നെ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. കാരണം ഞാൻ 32 പാൻറ് ഞാൻ ഇത്രയും നാളും യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.